നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് ഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫി ആയാത്തിന, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവഗണിക്കാതെ പരിഹസിക്കുന്ന, ഗൗരവത്തിലെടുക്കാതെ ജീവിക്കുന്ന, അത് വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും. നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ വിചാരിക്കുന്നു വെറുതെ അവിശ്വാസികളെക്കുറിച്ച് പറയുന്നതാണെന്ന്. അങ്ങനെയല്ല. അങ്ങനെയുള്ള ആളുകളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നും സ്വയം നമ്മൾ പ്രൊട്ടക്ഷൻ നമ്മളെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ആ വിഷയമാണ് നമ്മൾ സംസാരിച്ച് അത്. അപ്പോൾ ആ ക്ലാസ്സും കൂടി ചേർത്ത് ഇത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ബാക്കിയാണ് ഇനി ഈ പറയുന്ന 69-ാമത്തെ ആയത്ത്. അതായത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ആളുകൾ, ഇങ്ങനത്തെ ആളുകൾ, അതായത് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ പരിഗണിക്കാതെ, ഇതൊന്നും ഗൗരവത്തിലെടുക്കാതെ, ഒരു തരം അവഗണനയുടെ നിലപാട് ആയി അവർ പരിഹസിക്കട്ടെ പരിഹസിക്കാതിരിക്കട്ടെ, അത് അക്ഷരാർത്ഥത്തിലല്ലെങ്കിലും മറ്റൊരർത്ഥത്തിൽ ഈ അവഗണിക്കുക എന്ന് പറയുന്ന ഈ സംഗതി തന്നെ പരിഹാസമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ, കാരണം മുത്തഖ്വയുള്ള ആളുകൾക്ക് എപ്പോഴും ഭയമുണ്ടാവും. അതായത് നമ്മുടെ വല്ല കുറവുകളെ കൊണ്ടുമാണോ ഇവരിങ്ങനെ ആയതെന്ന്. അത് തഖ്വയുള്ള ആളുകൾ തഖ്വ വർദ്ധിക്കും തോറും ആ ഒരു ഉത്കണ്ഠ അവരിലുണ്ടാവും. അപ്പോൾ അവരോട് പറയുന്ന വാക്കാണ് ഇവരെ വിചാരണ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയായി അതിൻ്റെ സംഗതികളിലേക്കൊക്കെ നമ്മൾ വല്ലാതെ വിചാരണ ചെയ്ത് പോവേണ്ട കാര്യമില്ല എന്നാണ്. അത് മുത്തക്കികളെ ഏൽപ്പിച്ച ബാധ്യതയല്ല. അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നന്നാക്കുക, അവരെ അടിക്കടി അവരെ ഫോളോ ചെയ്ത് അവരെങ്ങനെ വിചാരണ ചെയ്ത് അങ്ങനെയുള്ള കേസുകളൊന്നുമില്ല. ഇവിടെ ഭൂമിയിലും ഇല്ല, പരലോകത്തും ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വലാക്കിൻ ദിക്റ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഉത്ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കണം. അതിലെന്താ സംഭവം എന്ന് ചോദിച്ചാൽ രണ്ട് സംഗതി ഉണ്ടാവും. ഒന്ന്, വഞ്ചിക്കുന്നവരും ഉണ്ടാവും, വഞ്ചിക്കപ്പെടുന്നവരും ഉണ്ടാവും. വഞ്ചിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാവും ഞങ്ങൾ വഞ്ചിക്കുന്നതാണെന്ന്. പക്ഷെ വഞ്ചിക്കപ്പെടുന്ന ആളുകൾ എപ്പോഴും അറിവില്ലാതെ ഇതിൽ പോയി പെടുന്നവരാണ്. അപ്പം നമ്മളിങ്ങനെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ അവർക്ക് സാധ്യതയുണ്ട്. ലഅല്ലഹും യത്തഖൂൻ, അവർ മുത്തഖീകളാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. നമ്മളാരും ഗൈബ് അറിയുന്നവരല്ല. ഇവരുടെ ഉള്ളിലെന്താ കിടക്കുന്നതെന്നും നമുക്ക് അറിയില്ല. പുറത്തേക്ക് പറഞ്ഞാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അപ്പം നമ്മൾ ആരും വിധിക്കാനൊന്നും പോണ്ട. നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഈ ഖുർആൻ വെച്ച് ഇത് ഉത്ബോധിപ്പിച്ച് കൊണ്ടേ ഇരിക്കുക. ആളുകളെ പ്രകോപിപ്പിക്കാൻ പോവുക, അവരെ വിചാരണ ചെയ്ത് അവരെ ഇത് തർക്കിക്കാൻ പോവുക ഒക്കെ ചെയ്യാതിന് പകരം ഈ ഖുർആൻ കൊണ്ട് അവരോട് പറയുക. ഖുർആൻ വെച്ചു, അതാണ് ഈ വിശ്വാസികളെ, തഖ്വയുള്ളവരെ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യത. അവരത് സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, അത് അവരുടെ കാര്യമാണ്. തഖ്വയുള്ളവരുടെ ബാധ്യത ഈ പറയപ്പെടുന്നവരോടല്ല. ആരോടാ? അള്ളാഹുവിനോടാണ് നമ്മുടെ ബാധ്യത. അല്ലാതെ ഈ പറയപ്പെടുന്നതിനോട് അനുകൂലമായി പ്രതികരിച്ചോ പ്രതികൂലമായി പ്രതികരിച്ചോ അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇതങ്ങനെയൊന്നും കിട്ടാൻ പോകുന്ന ഒരു സംഗതിയല്ല. എങ്ങനെയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളുകളെ വിളിക്കണമായിരുന്നു, ഇതിലേക്ക് വിളിച്ചാൽ കിട്ടാനും പോകുന്നില്ല. അപ്പോൾ അത് ഇത് മുത്തക്കികൾ മനസ്സിലാക്കിയിരിക്കേണ്ട വലിയൊരു കാര്യമാണ്. കാരണം ഇല്ലെങ്കിലൊക്കെ എന്താ വെച്ചാൽ വലിയ നിരാശയിലൊക്കെ പെടും. കാരണം 10-15 കൊല്ലമൊക്കെ നമ്മൾ മെനക്കെട്ടിട്ട് ആകെ 3 ആളെ ഉണ്ടായുള്ളൂ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കാൻ പോവേണ്ടതില്ല. ഇതിൻ്റെ വേറൊരു സംഗതി പറയാം. വദരില്ലദീന തഖദൂ ദീനഹും, സ്വന്തം ദീനിനെ എടുത്ത ആളുകൾ. എന്താ എടുത്ത ആളുകൾ? ലഅബൻ വലഹ്വൻ, കളിയും വിനോദവുമാക്കി എടുത്ത ആളുകൾ. ഈ സൂറ മക്കിയ, ഈ ആയത്തും മക്കിയ. അതായത് മക്കയിലെ മുശ്രിക്കുകളുടെ മുന്നിലാണ് ഇത് പറഞ്ഞത്. മക്കയിൽ യഹൂദരില്ല, ക്രിസ്ത്യാനികളില്ല. നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ മദീനയിലെ പോലെ കപടന്മാരുമില്ല. പ്രഥമമായിട്ട് തന്നെ അള്ളാഹു പറയുന്നത് ഈ മക്ക മുശ്രിക്കുകളോടാണ്. അപ്പോൾ അവരുടെ ദീനേതാ? അവർ അവകാശപ്പെടുന്നത് അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദീനിലാണ്. അവരാണ് കഅബയുടെ കൈകാര്യകർത്താക്കൾ. അത്രയും വിഗ്രഹങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവരുടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നേർച്ചകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അവരുടെ വിശ്വാസം എന്താ?
ഞങ്ങളാണ് യഥാർത്ഥ ദീനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബദറിലേക്ക് പോകുമ്പോൾ അബൂജാഹിൽ അള്ളാഹുവിനോട് ദ്വാരക്കണം. അവർ ധരിച്ചിരിക്കുന്നത് അവരാണ് ശരിയായ ദീനെന്നാണ്. ഇനി നമ്മൾ നമ്മളിലേക്കൊന്ന് എടുത്തു നോക്കിയേ. എല്ലാ മുസ്ലിമീങ്ങളും, അത് ബനൂ ഇസ്രായേല്യരാണെങ്കിലും ആരാണെങ്കിലും, ആ പാരമ്പര്യം കൊണ്ട് നടക്കുന്ന ആ മുസ്ലിമീങ്ങളുടെ ധാരണ അവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്നാണ്. ഇന്നത്തെ നമ്മളുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ അതേ അവസ്ഥയാണ്. അവർ ആരും വിളിച്ചു പ്രാർത്ഥിക്കും. ഷിർക്ക് അവരുടെ വിഷയമേ അല്ല. ഷിർക്കിനെ കുറിച്ച് അവരൊരു ചർച്ചയും ചെയ്യില്ല. എന്നിട്ട് അവർ അവകാശപ്പെടും എന്ത്? ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് അവകാശപ്പെടുന്നു. ഈ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും അങ്ങനെ അവകാശപ്പെടുന്നവരാണ്. അവരിനെ എന്ത് ചെയ്യണം എന്നാണ് ഖുർആൻ പറയുന്നത്? വദരില്ലദീന തഖറു, ഖല്ലി വലി, വിട്ടോളാൻ. അവരെ വിട്ടുകളയാൻ, അവരെ പരിഗണിക്കുകയേ വേണ്ട, അവരുടെ വർത്തമാനത്തിനും പരിഗണിക്കേണ്ടത്. അതാണ് ഇവിടെ ലഅബുൻ ലഹുവാക്കുക. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഈ മക്കയിൽ ആ ഹജ്ജ് ചെയ്യുന്ന കാലത്ത് വമാക്കാന സ്വലാത്തുഹും ഇല്ലാ മുക്കാഅം വതസ്ദിയ, അവരുടെ സ്വലാത്ത് എന്ന് പറയുന്നത്, അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കയ്യൊട്ടും പാട്ടും ബഹളങ്ങളുമായിരുന്നു. ഇന്നത്തെ ആളുകളുടെയോ? ഇന്നത്തെ ഈ ദീനിൻ്റെ കുത്തകക്കാരെന്ന് അവകാശപ്പെടുന്ന ഈ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പാട്ടെന്താ? ചന്ദനക്കുടം, ഉറൂസ്, മൗലൂദ്, റാത്തീബ്, കവിതകൾ, കൊട്ട്, പാട്ട്, ബൈക്ക് റാലികൾ. എന്താ? ഇതാണ് ഈ ലഅബുൻ ലഹുവും. അതായത് ദീന് എന്ന് പറയുന്നത് കേവലം തീറ്റയും കുടിയും വിനോദങ്ങൾ, നേർച്ചകൾ, തീറ്റകൾ, കൊട്ടുകൾ, പാട്ടുകൾ, ഇതാണ് ദീനെന്ന് തെറ്റിദ്ധരിച്ച് അത് തന്നെയാണ് ദീനെന്ന് വിശ്വസിച്ച് കൊണ്ടു നടക്കുന്ന ആളുകൾ. സാധാരണ ജനങ്ങൾ അത് വിശ്വസിച്ചവരാണ്, പക്ഷേ ഇവരുടെ പൗരോഹിത്യം അത് വിശ്വസിപ്പിച്ചവരാണ്. ഈ സാധാരണ ജനങ്ങളോടാണ് നമുക്ക് പറയാനുള്ളത്. അത് ഈ ഖുർആൻ വെച്ച് പറയണം. നമ്മൾ പറയേണ്ടത് ഖുർആൻ മുന്നിൽ വെച്ചാണ്. അതായത് മനസ്സുകളെ വിഭജിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സ് ഏതൊരു സ്ഥലത്താണോ നിൽക്കുന്നത് അതേ കേൾക്കുള്ളൂ. പാട്ടൊക്കെ ഉള്ളവരാണെച്ചെങ്കിലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏതാ ചോദിച്ചാൽ ഖുർആനാണ്. അതെല്ലാവർക്കും ഒന്നാണ്. അപ്പം നമ്മളെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ ഖുർആൻ വെച്ച് പറയണം. അള്ളാഹു പറഞ്ഞ ഈ ആയത്തുകൾ വെച്ച് പറയണം ഈ ആളുകൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന്. ഇനി അവരുടെ വിധി എന്താണെന്നും കൂടി ഇത് പറയണം. കാരണം ഈ ലഅബുൻ ലഹുവുമാണ് ദീനെന്ന് വിചാരിച്ചവരൊരിക്കലും അള്ളാഹു തൃപ്തിപ്പെടാൻ പോകുന്നവരല്ല. അവരിവിടെ എന്ത് സംഗതികളിൽ അറിയപ്പെട്ടാലും അത് വഗറത്തുഹുമുൽ ഹയാത്തു ദുനിയ, ഈ ഭൗതിക ജീവിതം അവരങ്ങോട്ട് വഞ്ചനയിലകപ്പെടുത്തിയതാണ്. കാരണം അതിൻ്റെ ആസ്വാദനത്തിൻ്റെ പിറകെ പോയതാണ്. അത് തന്നെയാണ് ഈ ആസ്വാദനം കിട്ടും, സ്വർഗം കിട്ടും എന്ന് വിചാരിച്ചാൽ പിന്നെ അടങ്ങൂടി കിട്ടുന്നിടത്തേക്കല്ലേ ആൾക്കാർ പോവുക. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയാണ്. ദീനിനെക്കുറിച്ച് അറിവില്ല അവർക്ക്. ഈ നാട്ടു നടപ്പും ഈ കാണുന്നതും ഈ തലേകെട്ടും ഈ പൗരോഹിത്യം അല്ലാതെ ഒന്നും അറിയില്ല അവർക്ക്. ഈ ഖുർആനിൽ ഈ ദീനിനെക്കുറിച്ച് എന്താ പറയുന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ വദക്കിർ ബിഹി എന്നാണ്. ഈ ഖുർആൻ കൊണ്ട് അവരെ ഉത്ബോധിപ്പിക്കണം. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സാധ്യമായ ഇടത്തെല്ലാം ഈ ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കണം. കാരണം വരാൻ പോകുന്ന പ്രശ്നം എന്താ വെച്ചാൽ അൻ തുബ്സല നഫ്സു എന്നാണ്. നഫ്സ്, അതാണ് ഖുർആനിൽ ഈ ആയത്തിൽ മാത്രമേ ഈ വാക്കുള്ളൂ 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു സവിശേഷമായ കാഴ്ചയുണ്ട്. ഒരാളുടെ സമ്പത്ത് സമ്പാദിച്ചത് നശിച്ചു പോവുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സമ്പത്ത് നശിച്ചു പോവുക. പക്ഷെ ആ സമ്പത്ത് നിലനിന്നുകൊണ്ട് തന്നെ അയാൾ നാശത്തിലാവുക എന്ന് പറയുന്നതോ, അത് വേറെ ഒരു കാഴ്ചയാണ്. സവിശേഷമായ കാഴ്ചകൾ കിട്ടാൻ വേണ്ടി ആ ഖുർആൻ സവിശേഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഈ പറയുന്നത് എന്നുള്ളത്, ബിമാ കസബത്ത് എന്ന് പറഞ്ഞാൽ അയാൾ സമ്പാദിച്ചത്. അതായത് ഈ ഭൂമിയിൽ തക്ലീഫോടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യരും 2 സമ്പാദിച്ചിരിക്കും. അത് അനിവാര്യമാണ്. സമ്പാദിക്കാതെ പോകാൻ പറ്റില്ല. 2 സമ്പാദിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് തക്ലീഫോടെ ജീവിച്ച ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ അസ്ർ എന്ന് പറയുന്നത്, വൽ അസ്ർ എന്ന് പറയുന്നത്. അത് 2 നമ്മൾ കയ്യിൽ പിടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ആ സമ്പാദിച്ചത് മുഴുവൻ അത് വെറും ഒരു വാക്ക് പോലും ആണെങ്കിൽ അത് അയാൾ കൊണ്ടുപോകേണ്ടി വരും. ആ സംഗതികൾ മുഴുവൻ അയാളുടെ പിന്നീടുള്ള അറ്റമില്ലാത്ത മുഴുവൻ ജീവിതത്തെയും നശിപ്പിക്കുന്നതാണ് അയാൾ ഈ സമ്പാദിക്കുന്നത്. ആ ബോധം ഈ മനുഷ്യർക്ക് വേണമെന്നാണ്. മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവർക്ക്
ഈ ബോധം വേണം. കാരണം വലിയ സംഗതിയാണ് വരാൻ പോകുന്നത്. ലൈസലഹ മിന്ദൂനില്ല, അള്ളാനെ കൂടാതെ അവർ മൊഹിയുദ്ദീൻ ഷെയ്ഖ് ഞങ്ങളെ കാക്കും, ബദരീങ്ങൾ ഞങ്ങളെ കാക്കും എന്നൊക്കെ പറഞ്ഞ് പല വലിയകളെയും വിളിച്ചിട്ടുണ്ടാവും. വലിയ വലിയ വീരപരാക്രമങ്ങളായ പണികളെടുത്തിട്ടുണ്ടാവും ഈ ഭൂമിയിൽ. അതിൻ്റെ ഒക്കെ ഫലം കിട്ടും എന്ന് വിചാരിച്ചിട്ട് കാത്തുത്തിരിക്കുന്നുണ്ടാവും. അതാണ് വലാ ഷഫീഉൻ. അവരെ നമ്മളില്ലെങ്കിലും നമുക്ക് ഇവർ മുന്നിൽ കയറി നിന്നിട്ട് അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞ് നമ്മളെ രക്ഷിക്കും. ഈ ഒരു മട്ടത്തിലാണ് എല്ലാവരും ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അവർ കാക്കും, ഞങ്ങൾ ഇന്ന ഷെയ്ഖിൻ്റെ ശിഷ്യന്മാരാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്ന പരിപാടിയില്ല. ഇത് തരത്തിലുള്ള ഏതെങ്കിലും വിശ്വാസം വെച്ചിട്ടാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ഈ സമൂഹം മുഴുവൻ നടക്കുന്നത്. അതൊന്നും നടക്കാൻ പോണില്ല എന്ന് അള്ളാഹ് പറയാം. അത് നടക്കാൻ പോണില്ല എന്ന് അള്ളാഹുവാണ് പറയുന്നത്. നമ്മളാരെങ്കിലും എന്തെങ്കിലും കെട്ടിണ്ടാക്കി പറയല്ല. ഇത് അള്ളാഹു പറയും. ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് ബോധമുള്ളവർ ഈ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ മെയ്യരുടെ വാക്കോ ഷെയ്ഖിൻ്റെ വാക്കോ ഒന്നല്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏതൊരു ഷെയ്ഖും ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നവരാണ്, നമ്മളെ പോലുള്ള ആളാണ്. അവരുടെ വാക്കല്ല നമ്മൾ കേൾക്കേണ്ടത്. വ ഇൻ തഅദിൽ കുല്ല അദിലിൻ, അവിടെ നമ്മൾ സമ്പത്തൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ഏതായാലും പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ കരഞ്ഞോക്കും, പിഴിഞ്ഞോക്കും, ഇസ്തിഗ്ഫാർ നേടിയോക്കും. അതായത് നമ്മളെ കൊണ്ട് അവിടെ സാധ്യമാകുന്ന എന്തും നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഒരു കാര്യമില്ല എന്നാണ്, അത് നടക്കില്ല. അതിൻ്റെ ഒക്കെ സമയം ഈ ഭൂമിയിൽ കഴിഞ്ഞുപോയി. ഇവിടെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് പലതും ചെയ്തിട്ടുണ്ടാവും. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് ലീവൊക്കെ എടുത്ത് സമ്പത്തൊക്കെ ചിലവാക്കി വന്ന് നമ്മൾ രാവും പകലും പണിയെടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ദീനിൻ്റെ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പണിയെടുത്തവരുണ്ടാവും. അതിനൊക്കെ ഭയങ്കര പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ വില കൽപ്പിച്ച ഒന്നിനും അവിടെ പരലോകത്ത് ചെന്നാൽ വിലയില്ലാതെ കാണുന്നു. ഇവിടെ നമ്മൾ വലിയ വലിയ ആളുകളായി കണ്ടവരൊക്കെ അവിടെ വിലയില്ലാത്തവരായി, വലിച്ചെറിയപ്പെട്ടവരായി നമ്മൾ കാണുന്നു. അതാണ് ഉബ്സിലു എന്ന് പറയുന്ന അവസ്ഥ. ആ ഉബ്സിലു എന്ന് പറയുന്ന അവസ്ഥ മൊത്തം നഷ്ടമായതായി. നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമ്മളുടെ പിന്നീടുള്ള നാശത്തിന് കാരണമായി നമ്മുടെ മുന്നിൽ ഹാജരായി നിൽക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ ഒരു അവസ്ഥേനെ നമ്മൾ ശരിക്കും ഭാവനയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കൊക്കെ ഈ പറയുന്നത്. ശരിക്കും നമ്മൾ ആലോചിച്ചെടുക്കേണ്ട അവസ്ഥ. കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും സമ്പാദിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മ വേണം. നമ്മൾ ഓരോ സെക്കൻഡിലും ഈ ഭൂമിയിലെ ജീവിതത്തിൽ തെക്ലീഫ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അത്രയും ഗൗരവമായിട്ട് നമ്മൾ കാണണം. അതാണ് ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഈ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ്. ലാ യൂഖദ് മിൻഹ, എന്ത് പകരവും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. പകരങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഭൂമിയിലാണ്. അത് കഴിഞ്ഞുപോയി. ഇനി അങ്ങനത്തെ ഒരു ഘട്ടമില്ല. ഉലായിക്കല്ലദീന ഉബ്സിലൂ ബിമാ കസബു, സമ്പാദിച്ചത് കൊണ്ട് നാശിക്കപ്പെടുന്ന ഒരു സംഗതിയെ ആക്കൂട്ടരാണ് അവർ. സമ്പാദിച്ചത് കൊണ്ട് നശിപ്പിക്കപ്പെടുന്നു. നമ്മൾ സമ്പാദിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും സമ്പാദിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ പിൽക്കാല സുരക്ഷിതത്വം, അല്ലെങ്കിൽ നമ്മളുടെ വിശ്രമം, ആനന്ദം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ലഹും, അവർക്കുണ്ട് ഷറാബുൻ മിൻ ഹമീമിൻ, അതായത് തിളച്ചുമറിയുന്നതിൽ നിന്നാണ് അവരുടെ വെൽക്കം ഡ്രിങ്ക് തന്നെ. അതായത് തുടക്കം തന്നെ ഗംഭീരാണെന്നർത്ഥം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിനെ വർദ്ധിക്കല്ല. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ഷറാബ ഇല്ലാ ഹമീമൻ വഗസ്സാക്ക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുടിക്കാൻ കിട്ടുന്നതൊക്കെ അതിനേക്കാൾ കടുപ്പാണ്. അതായത് നരകത്തിൽ ഒരിക്കലും എത്തിപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല. അതങ്ങനെയാണ് നരകത്തിൻ്റെ സിസ്റ്റം എന്ന് തന്നെ. അടിക്കടി കൂടുക എന്നല്ലാതെ കുറയുന്ന ഒരു ഏർപ്പാടില്ല. അത് ഓപ്പോസിറ്റും അങ്ങനെ തന്നെയാണ്. ഏത്? അയാളുടെ സ്വർഗത്തിൻ്റെ അനുഭൂതികളും ഇങ്ങനെ വർദ്ധിക്കുന്നതാണ്. ഇത് രണ്ടും. അപ്പോൾ ആ ഒരു സംഗതിയാണ് ഖുർആൻ. അതൊരു ചിത്രമായിട്ടൊക്കെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. നമ്മൾ ശരിക്കും അതൊക്കെ ഭാവനയിൽ കാണും. കേവലം അർത്ഥം പഠിക്കുക, തഫ്സീർ പഠിക്കുക എന്നുള്ളതല്ല. ആ ഒരു അവസ്ഥ നമ്മളങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാകുമ്പോഴേ നമ്മുടെ ജീവിതം നമ്മൾ അടിക്കടി നന്നാക്കുള്ളൂ, അല്ലെങ്കിൽ നന്നാക്കാനൊന്നും പോകുന്നില്ല.
അപ്പം അങ്ങനത്തെ ആ ചിത്രം കിട്ടാൻ വേണ്ടിയാണ് അത്ര ഗംഭീരമായി അത് പറയുന്നത്. അത് അദാബും അലീമും പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള വേദനിപ്പിക്കുന്ന ശിക്ഷയാണ്. ഒരു വേദനയിലും നമ്മൾ സെറ്റാവില്ല. ഇവിടുത്തെ ഒരു വിഷയം നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരവസ്ഥയോട് കുറെ കഴിഞ്ഞാൽ നമ്മൾ പൊരുത്തപ്പെടും. അങ്ങനൊരു പരിപാടിയില്ല, അങ്ങനൊരു പരിപാടിയില്ല. കാരണം ഇതൊക്കെ ആരാ സൃഷ്ടിക്കുന്നത്? ഇവിടെ എങ്ങനെ വേണമെന്ന് സൃഷ്ടിക്കണവും അവിടെ അങ്ങനെ വേണമെന്ന് സൃഷ്ടിക്കുന്നതും അത് അള്ളാഹു തന്നെയാണ്. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തും ചെയ്യാം. ബിമാ കാനു യക്ഫുറൂൻ, അതൊക്കെ ഉണ്ടായത് അവർ ഈ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അംഗീകരിച്ചില്ല, നിഷേധിച്ചു. എന്താ കാര്യം? വഗറത്തുഹുമുൽ ഹയാത്തു ദുനിയ, ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആ പകിട്ടിൽ അവരങ്ങോട്ട് വഞ്ചിക്കപ്പെട്ടു പോയി. ഇതൊക്കെ എന്നും ഉണ്ടാവുന്നതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംഗതി അതിനനുസരിച്ചാവും നമ്മൾ ജീവിതത്തിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാകുക. അതിന് കൊടുത്തിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിലേ നമ്മൾ ഈ പരിപാടിക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ഈ പരിപാടിക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കുക അങ്ങനെ സ്വർഗം കിട്ടുന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മൾ കുറേ നിസ്കരിച്ച് കുറേ നോമ്പ് നോക്കി അങ്ങനെ കുറേ സുന്നത്ത് നിസ്കരിച്ച് ഇതുകൊണ്ട് മാത്രമൊന്നും സ്വർഗം കിട്ടില്ല. കാരണം അള്ളാഹുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മളെ ബോധമുള്ളവരാക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇതൊക്കെ. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ അറിവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ഇതിനെ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. കേവലം ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ഈ പരിപാടി നടക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ വിശ്വാസികളായ ആ ആളുകൾ അവർ അത്ഭുതം കൂടി ചോദിക്കുന്നത് പോലെ ചോദിക്കുക. കുൽ, നീ അവരോട് ചോദിക്കുക, അതായത് അനദ്ഉ, ഞങ്ങൾ ദുആ ചെയ്യുകയോ? ആരോട്? ഞങ്ങൾ ദുആ ചെയ്യുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മിൻ ദൂനില്ലാഹി, ഈ അള്ളാഹുവിനോടല്ലാതെ, മാ ലാ യൻഫഉന വലാ യദുറുന, ഞങ്ങൾ വിളിച്ച് എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നിനെയും ഉടമപ്പെടുത്താത്തവർ. അതായത് നമ്മൾ നിലനിർത്തിയാലല്ലാതെ നിലനിൽക്കുകയില്ല. അപ്പം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നമ്മുടെ സമൂഹം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പല മക്ബറയുടെയും അടിയിൽ കിടക്കുന്ന ഈ വ്യക്തിനെ ആ മീസാങ്കല്ലും ആ താബൂക്കൊക്കെ കണ്ട് അടിച്ചു പറിച്ച് കളഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാളെ ഇല്ല. അവരുടെ നിലനിർത്തുന്നത് തന്നെ നമ്മുടെ നിർമ്മിതിയാണ്. മീസാങ്കല്ലില്ലാന്ന്, മീസാങ്കല്ല് കുത്തണേൻ തന്നെ എന്താ, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയാനല്ലേ. അതായത് നമ്മൾ നിലനിർത്തിയാലല്ലാതെ നിലനിൽക്കുന്ന ഒരു ഉടമസ്ഥതയും ഒരാൾക്കുമില്ല, ആർക്കുമില്ല. ബഹുഭൂരിപക്ഷം പ്രവാചകന്മാരുടെ അടക്കം ഖബർ എവിടെ തന്നെ ചെല്ല, അവരാണല്ലോ ഇപ്പോൾ ഇതിലെ ടോപ്പ്. അപ്പം അതൊക്കെ നമ്മൾ നിലനിർത്തിയാലല്ലാതെ നിലനിൽക്കില്ല. അങ്ങനത്തോരോട് ഞങ്ങൾ വിളാർച്ച് പ്രാർത്ഥിക്കും. എന്ത് വിഡ്ഢിത്തങ്ങൾ ഈ പറയണമെന്നാണ്, എന്താ നിങ്ങൾ വിചാരിക്കണേ ഞങ്ങളെക്കുറിച്ചിട്ട്? വലാ യദുറുന, ഞങ്ങളിനിപ്പോൾ അവരെ വിളിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രധാന ആൾക്കാരുടെ പേടി തന്നെ അതാ, ഈ ഖബറിൽ കിടക്കുന്ന ഈ മഹാമാരി വന്നിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുമെന്നുള്ളതാണ്. അത് ആ ഒരു പേടിയിലാണ് ഈ ആളുകൾ മുഴുവൻ ഇതിൻ്റെ പിന്നാലെ പോയി നടക്കുന്നത്. അതൊന്നും അങ്ങനൊന്നും ചെയ്യാൻ പറ്റാത്ത, അതിനൊന്നും ഒരു തെളിവോ യുക്തിയോ ഒന്നുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കുന്നുള്ളതിന്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മരിച്ചവരെ പേടി, ജീവിച്ചിരിക്കണവരല്ല. മൊത്തത്തിൽ ഈ പായന്മാരൊക്കെ ജീവിച്ചിരിക്കണവരായി പ്രശ്നക്കാർ. മരിച്ചവരിവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. വനുറദ്ദു അലാ അഖാബിന, ഞങ്ങളിപ്പോൾ ഈ നിന്ന അവസ്ഥയിൽ ഞങ്ങളെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാം എന്നാണോ നിങ്ങൾ കരുതുന്നത്? ബഅദ ഇത് ഹദാനല്ലാ, അള്ളാഹു ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കിയ ഞങ്ങളെ അങ്ങോട്ട് നിങ്ങളിങ്ങനെ ചപ്പടാച്ചി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതാണോ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് കരുതുന്നത്? അതായത് ഒരു വിശ്വാസിയുടെ വ്യക്തിത്വത്തിനെ വെളിപ്പെടുത്തുക. വിശ്വാസീനെ അങ്ങനെയൊന്നും തട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. എവിടുന്ന് വിശ്വാസിയായാൽ ഈ ദക്കിർ ബിഹി കൊണ്ടാവണോട്ടാ, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും വിശ്വാസത്തിലെത്തിപ്പെട്ട ഒരാളിനെ ഒരു ചപ്പടാച്ചി പറഞ്ഞിട്ടും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ എന്ത് വിട്ടിത്തായി വിചാരിക്കണമെന്നാ? അങ്ങനെ നടക്കില്ല. ബഅദ ഇത് ഹദാനല്ലാ കല്ലതി, അങ്ങനത്തെ ആളുകളുടെ ഒരു ഇത് പറയാം. അതായത് ഇതൊക്കെ ഈ മരുഭൂമി, കടൽ പോലത്തെ അല്ലെങ്കിൽ കാട് ഇവിടെയൊക്കെ എത്തിപ്പെട്ടവർക്ക് ഇതൊക്കെ വേഗം കിട്ടും. ഒരു ഉദാഹരണം പോലെ പറയാം. ഇസ്തഹുവത്ത് ഹുഷയാത്തിനു, ഈ ഷെയ്ത്താന്മാർ പ്രലോഭിപ്പിക്കുക, ഹവയിലകപ്പെടുത്തി, ഫിൽ അർളി ഭൂമിയിൽ ഹൈറാന ലഹു, അങ്ങനെ വിഹ്വലനായി
എത്തും പിടുത്തമില്ലാതെ അലഞ്ഞു നടക്കുന്ന ആളുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു മരുഭൂമിയിൽ ഒരാൾ എത്തിപ്പെട്ടാൽ അയാൾക്ക് വാസ്തവത്തിൽ ഈ മരുഭൂമിയിൽ ഇപ്പോഴത്തെ കാലത്ത് GPS ഒക്കെ ഉണ്ടെങ്കിലും മുമ്പൊക്കെ ഒരാൾ മരുഭൂമിയിൽ എത്തിപ്പെട്ടാൽ അയാളുടെ ജീവൻ പോയതാണ്. കാരണം അയാൾക്ക് ദിശ ഉണ്ടാവില്ല. അപ്പോൾ പകലിലൊക്കെ എത്തിപ്പെട്ട് നല്ല പകൽ ഒരു വേനൽക്കാലത്താണ് ഒരാളെ മരുഭൂമി കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേ കുറേ ആൾ ശരിയാവും. കാരണം അയാൾക്ക് ദിശാബോധമൊന്നും കിട്ടില്ല. ഒരു കാറ്റടിച്ചാൽ ഇവിടെ വെച്ച അടയാളം അങ്ങോട്ട് പോയിണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളൊരു കുന്ന് അടയാളം വെച്ചിട്ടുണ്ടാവും, അവിടെ മണൽക്കുന്ന്. ഒരു കാറ്റടിച്ച് കണ്ണൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാൽ കുന്ന് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്താവും, ഇവിടെ കുഴിയ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഇതിന് ഷെയ്ത്താൻ അകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹിദായത്തിൻ്റെ അല്ലാത്തൊരു സിസ്റ്റമാണ്. മാർഗദർശനം, ശരിയായ വഴിയില്ലാത്തൊരു സിസ്റ്റം. അപ്പം ശരിയായൊരു വഴിയുണ്ട്, വേറെ വഴി തെറ്റാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഈ ഷയാത്തീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറും ചെയ്ത്താൻ എന്നുള്ള ഒരു നമ്മുടെ കാഴ്ചപ്പാടിലല്ല കാണുക. അതിനൊരു വിശാലമായ ഒരു ആശയത്തിൽ കാണുക. അതായത് ഹുദയല്ലാത്ത ശരിയായ വഴി അറിയാത്തവൻ എത്തിപ്പെടുന്നിടത്ത് അയാളാകെ വിഭ്രമത്തിൽ അകപ്പെടും. അതായത് കുറച്ച് കണ്ടിട്ട് കൂടുമ്പോൾ അങ്ങനെ ഈ വെയിലത്ത് നമ്മൾ ടാറിട്ട റോട്ടിലൊക്കെ നോക്കിയില്ലേ, കുറേ കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തിളക്കുന്നതായിട്ട് കാണുന്നില്ലേ നമ്മൾ നല്ല വെയിലത്ത്. ഇതേപോലെ മരുഭൂമിയിലും കാണും. ഇതിനാണ് നമ്മൾ കാനൽ ജലം എന്നൊക്കെ പറയാം. അങ്ങനെ അയാൾ പല വിഭ്രമങ്ങളിലും അകപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ദാഹിച്ചു വലഞ്ഞ് അയാളാകെ അമരും. അങ്ങനത്തവനെ പോലെ ഞങ്ങളാകുമെന്നാണ്. അതായത് നിങ്ങൾ ഈ അവിടുക്കും ഇവിടുക്കൊക്കെ ഞങ്ങളങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥ വഴി എന്തെന്നറിയുന്ന ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരുമെന്നായി ചോദിക്കണേ. അത് സംഭവിക്കില്ല. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥ വഴി എന്തെന്ന് അറിയുന്നവർക്കാണ് ഈ ഇത് ബാധകട്ട, അറിയാത്തവനക്കല്ല. അങ്ങനത്തെ സംഭവിക്കുമോ? ലഹു, ആ അവനുണ്ട്. ആർക്കുണ്ട്? ആ അലയുന്ന ആൾക്കുണ്ട്. അസുഹാബുൻ, വേറെ നിലക്കും ഈ ഖുർആൻ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത വ്യാഖ്യാനാണ് ഞാൻ പറയുന്നത്. ലഹു, അവനുണ്ട്. അസുഹാബുൻ, കൂട്ടുകാരുണ്ട്. യദുഊനഹു, യദുഊന, ആ കൂട്ടുകാർ വിളിക്കുന്നു ഹു, ഇവനെ. ഇത് ശരിക്കും നമ്മളുടെ സിറ്റുവേഷനിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നിട്ട് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ആ കാണുമ്പോഴേ നമ്മൾ ഈ കാഴ്ച കിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു യഥാർത്ഥ വഴിയിൽ പോകുന്നു. ഇവിടെ നിരവധി സംഘടനകളുണ്ട്, നിരവധി തെരീക്കത്തുകളുണ്ട്, നിരവധി ഷെയ്ഖുമാരുണ്ട്, പല സംഗതികളുണ്ട്. ഇവരൊക്കെ എന്ത് വെച്ചിട്ടാണ് ഈ വിളിക്കണത്? ഇവരൊക്കെ ഈ ആളുകളെ വിളിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഞങ്ങളിലേക്ക് വരൂ, ഞങ്ങളുടേതാണ് ഹുദ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ഇന്ന ഷെയ്ഖിൻ്റെ പിന്നാലെ കൂടിയാൽ അനക്ക് സ്വർഗത്തിലെത്താം, ഇന്ന തരീക്കത്തിൽ നീ കൂടിയാൽ നിന്നെ സ്വർഗത്തിലെത്തിക്കാം. അതൊക്കെ ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? ഞങ്ങളുടെ ഷെയ്ഖ ഏറ്റെടുത്തിട്ടുണ്ട്. ഷെയ്ഖിനെ ആരാ ഏറ്റെടുത്തിക്കണ്? ഷെയ്ത്താൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതാ ഷെയ്ഖിനെ ഷെയ്ത്താൻ എടുത്തിട്ടുണ്ട്, ഷെയ്ഖ് ഞങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്, പറഞ്ഞു വഞ്ചിക്കുന്നു. അങ്ങനെ ഹുദ, അങ്ങനെ നിരവധി സംഘടനകളും നിരവധി ആളുകളും നിരവധി ഷെയ്ഖന്മാരും നിരവധി തെരീക്കത്തുകാരും ഒക്കെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് പറയാം എന്തു പറയാം? ഇന്നൽ ഹുദ ഖുൽ ഇന്ന ഹുദല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്. അള്ളാഹുവിൻ്റെ മാർഗദർശനം എവിടുന്ന കിട്ടുക? ഒറ്റ വഴിയിലൂടെ കിട്ടുമോ? റസൂലുമാരിലൂടെ, നബിമാരിലൂടെ, വേദങ്ങളിലൂടെ, കിതാബിലൂടെയും സുന്നത്തിലൂടെയും അല്ലാതെ ആ ഹുദ കിട്ടില്ല. ഏതൊരു ഷെയ്ഖിൻ്റെ പിന്നാലെ എവിടേക്ക് പോയിട്ടും കാര്യമില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ ശൈത്താൻ്റെ പ്രലോഭനങ്ങളാണ്. ആ പ്രലോഭനങ്ങളിൽ പോയിപ്പെട്ടാൽ മരുഭൂമിയിൽ അങ്ങനെ പ്രലോഭിപ്പിക്കപ്പെട്ടവൻ്റെ അവസ്ഥ തന്നെയാകും അവനും ഉണ്ടാവുക. ഇതൊക്കെ ഖുർആൻ നമുക്ക് ശരിക്ക് പറഞ്ഞു തരിക. കാരണം നമ്മുടെ സമൂഹത്തിലെ 99.9 ആളുകളും പോയി പെട്ടുകിടക്കുന്നത് ഇങ്ങനത്തെ ഞങ്ങളുടെ ഹുദയിലേക്ക് വിളിച്ചിട്ട് അതിലേക്ക് ചെന്നോരെ. കുറേ കഴിഞ്ഞാലാണ് അവർ പറയാം നിങ്ങൾ നിസ്കരിക്കണ്ട, നിങ്ങൾ നോമ്പ് വെക്കണ്ട. അതൊക്കെ നമ്മുടെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ കേൾക്കണില്ലേ? നിരവധി പ്രസംഗങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിക്കോളേ. ഷെയ്ഖന്മാർ പറഞ്ഞത് നിസ്കരിക്കണവനോട് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ്, നോമ്പുള്ളവനോട് നോമ്പ് മുറിക്കാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതേമാതിരി ഇലൽ ഹുദ എത്തിന, ഞങ്ങളുടെ ഹുദയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. അവരോട് പറയാം അള്ളാഹുവിൻ്റെ ഹുദയാണ്, അത് റസൂലുമാർ കൊണ്ടുവന്ന ഹുദയാണ്, അതല്ലാത്ത ഒരു ഹുദയില്ല.
അതല്ലാത്തൊരു മാർഗദർശനമില്ല. ആ ഹുദയാണ് നമ്മൾ ഫാത്തിഹയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആ ഹുദ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അൽ ബഖറ മുതൽ നമുക്കിത് ഈ തന്നിട്ടുള്ളത്. ഇതിനെ അവഗണിച്ചുകൊണ്ട് പരിഗണിക്കാതെ ഏതെങ്കിലും നിലക്ക് ഈ കാണുന്ന ഈ തീറ്റയും കുടിയും ബഹളങ്ങളും പാട്ടും ഉറൂസും മൗലൂദും ഒക്കെയാണ് ദീൻ എന്ന് തെറ്റിദ്ധരിച്ചവർ അവരുടെ നേരത്തെ പറഞ്ഞ ആ ഉബുസിലുണ്ടല്ലോ, ആ നാശത്തിനെ കാത്തിരുന്നോളാനാണ്, വേറെ മാർഗമൊന്നുമില്ല. അതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹ് നമുക്ക് പറയുന്നത്. അതായത് നമ്മളോട് പറയുന്നത് പോലെ ഉണ്ട്, നമ്മളോട് ഈ സമൂഹത്തോട് പറയുന്നത് പോലെയുണ്ട്. കാരണം എല്ലാ മുസ്ലിം സമൂഹങ്ങളും അവസാനം എത്തിപ്പെട്ടത് ഈ അവസ്ഥയിലാണ്. ഈ മക്ക മുശ്രിക്കുകളും യഥാർത്ഥ ദീനിൽ നിന്ന് എത്തിപ്പെട്ട അവസ്ഥ അതാണ്. ബനൂ ഇസ്രായേല്യരും എത്തിപ്പെട്ട അവസ്ഥ അതാണ്. നമ്മളും ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ അവസ്ഥയിലാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ നമുക്കുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോഴും വേണമെങ്കിൽ എടുക്കാനുള്ള ഖുർആനുമുണ്ട്, സുന്നത്തുമുണ്ട്. ഒരു പോറലുമേൽക്കാതെ ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ട്. അത് ലോകാവസാനം വരെ നിലനിൽക്കും. അതുകൊണ്ട് അവർക്കൊക്കെ ഇനിയിപ്പോൾ വല്ല ഇളവ് കിട്ടിയാൽ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ മുന്നിൽ ഒക്കെ ഉണ്ട്. ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഉമിർന, ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ലി നുസ്ലിമ, ഞങ്ങൾ കീഴ്പ്പെടാനാണ്. ആർക്ക്? ലി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും അടക്കി ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ച ആ റബ്ബിന് മാത്രം കീഴ്പ്പെടാനാണ്. ഇതാണ് നമ്മൾ നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥന. ഇതാ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്ന് പറയുന്ന ആ പ്രാർത്ഥന. അതൊക്കെ നമ്മളങ്ങനെ പറയുമ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ മറ്റേ പണി ചെയ്യും. പറച്ചലൊക്കെ അങ്ങനെയാണ്, ചെയ്ത്തൊക്കെ വേറെയാണ്. അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അൻ അഖീമുസ്സലാ, കാരണം ചെയ്ത്തിലേക്ക് വരുന്നത്. മറ്റത് നമ്മൾ പുറത്തേക്ക് പറയുന്നതും ഒന്നാണ്, പ്രവൃത്തി വേറൊന്നാണ്. അഖീമുസ്സലാ, ഇഖാമത്തുസ്സലാത്ത്, അത് വളരെ പ്രധാനമാണ്. കാരണം മറ്റത് നമ്മൾ നിലപാട് നമുക്ക് പറഞ്ഞൊക്കെ ഒഴിയാം, ഇല്ലേ, ആദർശം നമുക്ക് പറയാം, ഒക്കെ ചെയ്യാം. പക്ഷെ അതേപോലെ നമ്മളുടെ ജീവിതം, പ്രായോഗിക ജീവിതം സെറ്റപ്പ് ചെയ്യണം. അഖീമുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു നാട്ടിലെ പുരുഷന്മാർ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ 5 വഖത്ത് നമസ്കാരത്തിനും ജുമുഅക്കും ആണുങ്ങൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നതിനെ അപ്പോഴേ അഖീമുസ്സലാത്ത് ഉണ്ടാവുള്ളൂ. അഖീമുസ്സലാത്ത് ഇല്ലാത്ത ഒരു സമൂഹം മുസ്ലിം സമൂഹമാണെന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം സമുദായമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാനേശകുമാരി, അതായത് സെൻസസിന് വേണ്ടി അങ്ങനെ പറയാമെന്നല്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ നിലനിൽക്കില്ല. ഇഖാമത്തുസ്സലാത്തിനെ പരിഗണിക്കാത്ത ഒരു സമൂഹവും, അതിൻ്റെ ഗൗരവം തിരിച്ചറിയാത്ത ഒരു സമൂഹവും മുസ്ലിം സമൂഹമാണെന്ന് അവകാശപ്പെടാൻ അർഹതയില്ല. മുസ്ലിം സമൂഹത്തിന് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു നസ്റും ഈ പറയുന്ന കൂട്ടരിക്കൊട്ട് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഖാമത്തുസ്സലാത്ത് വളരെ പ്രധാനമാണ്. ഇഖാമത്തുസ്സലാത്താണ് ഒരു സമൂഹം മുസ്ലിമാണോ അല്ലയോ എന്ന് തെളിയിപ്പിക്കുന്നതിൻ്റെ പുറത്തേക്കുള്ള ഐഡൻറ്റിറ്റി. അത് ഇല്ലെങ്കിൽ പിന്നെ ആ സമൂഹം മുസ്ലിം സമൂഹം എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. അവിടെ മദ്രസ ഉണ്ടായിട്ടോ, മെയ്ലിയർ ഉണ്ടായിട്ടോ, മൗലൂദ് ഉണ്ടായിട്ടോ, ബദർ മൗലൂദ് ഉണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇഖാമത്തുസ്സലാത്തിൽ ആ നാട്ടിലെ ആളുകളുടെ നിലപാടെന്ത്? അത് ഇഖാമത്തുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന്, അതിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്, ഒരു സംഗതി നിലനിർത്താൻ. അതിന് നേരമുണ്ട്, വാങ്ങുണ്ട്, ആളുണ്ട്, പ്രത്യേക കർമ്മങ്ങളുമൊക്കെ ഉണ്ട്. അതൊന്നാണ്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. അത് ഒന്ന് സമൂഹവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മറ്റൊന്ന് വ്യക്തിയുമായി ബന്ധപ്പെടുന്നൊരു തലമുണ്ട് ഇതിന്. അതായത് നമ്മളുടെ നമസ്കാരം നമ്മൾ എത്രമാത്രം ഗൗരവം ആ സ്വലാത്തിന് നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ സ്വലാത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ചെയ്യുന്നത്? ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഇപ്പോൾ പല പള്ളികളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഇമാമ് നല്ല ഹാഫിദും നന്നായി നീട്ടിയൊക്കെ തജ്വീദ് അനുസരിച്ചൊക്കെ പാരായണം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആ ഉറക്കെ ഓതുന്ന 2 റക്അത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് വളരെ ഗംഭീരമായിട്ടാവുക ഫാത്തിഹ ഒക്കെ പാരായണം ചെയ്തിട്ടുണ്ടാകുക. നമ്മൾ വിചാരിക്കും ഇയാൾ 3-ാമത്തെ റക്അത്തിലും ഇതന്നെ ആവും ഇയാളുടെ സ്റ്റൈൽ ചെയ്യുന്നത്. 3-ാമത്തെ റക്അത്തിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന കാട്ടിലും മറ്റാൾ
അള്ളാഹു അക്ബർ എന്ന റുക്കൂയിൽ പോയിട്ടുണ്ടാവും. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുക്കൂയിൽ പോയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ആർക്ക് വേണ്ടി നമസ്കരിക്കണത്? ഈ പിന്നിലുള്ള ആളുകളെ അയാളുടെ ഈ മനോഹാരിത കേൾപ്പിക്കാനാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്തിലുള്ള ശ്രദ്ധയുടെ പ്രശ്നമാണ്. അതുമായി നമ്മൾ സ്വലാത്തിൽ ശ്രദ്ധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലാണെന്നുള്ള ബോധമാണ്, അല്ലാതെ ആരൊക്കെ പിന്നീട് എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഇങ്ങനത്തെ സ്വലാത്ത് ഇത് തഖ്വയുള്ള നമസ്കാരമായിരിക്കണം. തഖ്വയാണ് ഇതിൽ പ്രധാനം ഈ സ്വലാത്തിൽ. അങ്ങനാവുമ്പോഴാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ മുൻകർ. അല്ലെങ്കിൽ ഇതൊരു ചടങ്ങ് നിർവഹിക്കലേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അതിപ്പോൾ സുന്നത്തറക്ക നമസ്കാരങ്ങൾ ചെറുതാക്കി നമസ്കരിക്കുന്നതുണ്ട്, കൂട്ടി നമസ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ തഹജ്ജുദൊക്കെ പോലെ എന്ന് പറയുന്നത് ദീർഘമായി നമസ്കരിക്കുന്ന, നേരെ വെച്ച് റവാത്തിബ് സുന്നത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ ലഘൂകരിച്ച് നമസ്കരിക്കുന്നതാണ്. അങ്ങനെ അതിലൊക്കെ റസൂലിൻ്റെ എന്താണോ അതിൻ്റെയൊക്കെ മടങ്ങ് ചര്യകൾ അതിനനുസരിച്ച് അതിൽ തഖ്വ പുലർത്തണം. അതാണ് തഖ്വ. അതിലൊക്കെ തഖ്വ പുലർത്തുമ്പോഴാണ് ഈ സ്വലാത്തിൻ്റെ പരിപൂർണമായ ഗുണം ഈ സമൂഹത്തിന് ലഭിക്കുക. അതിന് ഈ ജമാഅത്ത് വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കുക പോലും ചെയ്തിട്ടില്ല നമ്മുടെ സമൂഹം എന്നാണ്. ഇശാ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ജമാഅത്തിന് വരാതെ തറാവീഹിന് വരുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇത് ഒരു ചുക്കും ദീനിനെക്കുറിച്ച് മനസ്സിലാക്കിയവരല്ല. അങ്ങനത്തോരൊക്കെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നെന്ന് വിചാരിക്കുന്നവർ നമ്മൾ വിഡ്ഢികളാകുക എന്നല്ലാതെ, നേരത്തെ പറഞ്ഞ ഉബുസിൽ ഉണ്ടാവുക എന്നല്ലാതെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊക്കെ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തരാം. കാരണം ഈ പരലോക വിശ്വാസം എന്ന് പറയുന്ന ഈ സംഗതി ഉണ്ടല്ലോ, പരലോകത്തുള്ള ഈ ദൃഢമായ വിശ്വാസം എന്ന് പറയുന്നത്, അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ തന്നെ ഈ ഇഖാമത്തു സ്വലാത്തിന് വലിയ പങ്കുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഒരുമിച്ച് കൂടണമെന്നുള്ള ബോധമില്ലാത്ത ആളുകൾക്ക് ഇതിനെ കൃത്യമായി പരിപാലിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. പള്ളി കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇഖാമത്തു സ്വലാത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പള്ളി കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കുക, അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അത് നടക്കും. പക്ഷേ ഇഖാമത്തു സ്വലാത്തിൽ ഇപ്പോൾ ഒരു പള്ളിയിൽ 15 ആൾ കമ്മിറ്റി ഭാരവാഹികളുണ്ടെങ്കിൽ ഈ 15-ൽ 1-2 ആളല്ലാതെ പള്ളിയിൽ തന്നെ വരുന്നുണ്ടാവില്ല. അതായത് ഇഖാമത്തു സ്വലാത്തിനെ കുറിച്ച് ബോധമില്ലാത്ത ഈ സമൂഹത്തിനെ കൊണ്ടുപോകാനും കഴിയില്ല, ഒന്നും കഴിയില്ല. അപ്പോൾ അത് വളരെ വളരെ പ്രധാനമാണ്. അതിനെ ഒഴിവാക്കിയിട്ടൊരു ദീനില്ല. വഹുവല്ലത്, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഇതിലേക്കൊക്കെ ഇങ്ങനെ നമ്മൾ എത്തുന്നത്? ഈ നമസ്കാരത്തിലേക്കും ഈ വിശ്വാസത്തിലേക്കുമൊക്കെ, ഈ ഹുദയിലേക്കും ഇതല്ലാതെ ഹുദയില്ല എന്നുള്ളതിലേക്കും ഒക്കെ നമ്മൾ എത്തുന്നതിൻ്റെ അടിസ്ഥാന പോയിന്റ് പറയാം. വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള. ആകാശങ്ങളെയും ഉപരിലോകങ്ങളെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ബിൽ ഹഖ് എന്നാണ്. അതിനൊരു യാഥാർത്ഥ്യമുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്. അത് ഈ പ്രപഞ്ചത്തെ നോക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. കാരണം അത്ര കണിശമാണ്, അത്ര കൃത്യമാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെയും. അത് കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെ അറിവുള്ള ഒരാളും ഒരു ലക്ഷ്യം വെക്കാതെ ഒരു പണിയും ചെയ്യില്ല. ഇത്രയും ഗംഭീരമായി ഇതൊക്കെ സംവിധാനിച്ച് ഇത് നിലനിർത്തി ഒരു നിശ്ചിത അവധി വരെ ഇത് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ ആ ലക്ഷ്യമില്ലാതെ അത് സംഭവിക്കില്ല. അത് ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ ആ വിഷയം പറയുന്നുണ്ട്. കാരണം ഈ സൃഷ്ടിയൊക്കെ കുറിച്ച് പറയുമ്പോൾ അഫ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അവൻ്റെ അസ്ഥികളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അതുമാതിരി നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് വിചാരിക്കുകയാണോ? നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ വിചാരിക്കുന്നത്? അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ. ഈ മനുഷ്യനെ ഞാൻ വെറുതെ അങ്ങോട്ട് ഒഴിവാക്കി വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ആ മനുഷ്യൻ്റെ മേൽ ഒന്നും ഒരാൾക്കും പറ്റില്ല എന്നാണോ വിചാരിക്കുന്നത്? അയഹ്സബു അല്ലം യറഹു അഹദ്. ആ മനുഷ്യനെ ഞാൻ കാണുന്നില്ല എന്നാണോ വിചാരിക്കുന്നത്? അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വ ബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്.
അവനെ ഞാൻ ഈ സമ്പത്തും മക്കളൊക്കെ കൊടുത്തിട്ട് ഈ നല്ല അടിപൊളി ജീവിതത്തിൽ അങ്ങനെ വിടുന്നാണോ അവൻ വിചാരിച്ചിരിക്കുന്നത്? അതായത് ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അത് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ന് പോലും ആർക്കും അറിയില്ല. എന്നിട്ടല്ലേ പിന്നെ അതിൻ്റെ ചിന്ത. അതാണ് ഈ ഖുർആൻ കൊണ്ട് പറയുമ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് ഒരു ബോധത്തിലേക്കെങ്കിലും വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ ഖുർആനൊന്നും നമ്മൾ പഠിക്കുന്നത് വിലക്കിയത്. കാരണം ഇത് മനുഷ്യരാണല്ലോ, ഇത് പോത്തൊന്നുമല്ലല്ലോ. കുറേ പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമല്ലോ. അങ്ങനെ ഒരു ആലോചനയിലേക്ക് നിങ്ങൾ പോവരുത്. അതുകൊണ്ട് ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിക്കില്ല, ഉറപ്പാണ്. ഖുർആൻ പഠിപ്പിച്ചാൽ മനുഷ്യനാണെങ്കിൽ 10 എണ്ണത്തിലുണ്ടെങ്കിൽ ഒന്നെങ്കിലും ഇതിൽ പോകാതിരിക്കില്ല. ആ ഒന്ന് പിന്നെ ബാക്കിയുള്ള 10നും തിരിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ തൊടില്ല, ഈ ഖുർആൻ പഠിപ്പിക്കില്ല. ഏതിനും ഈ മൗലൂദ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തണം. ഇതൊക്കെ വളരെ യുക്തിഭദ്രമായിട്ട് തന്നെ ബുദ്ധി ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അതുകൊണ്ട് ആ ലക്ഷ്യം അള്ളാഹു വച്ച ലക്ഷ്യം വയൗമ യഖൂലു കുൻ ഫയകൂൻ, അതായത് അള്ളാഹു പറയുമ്പോൾ, ഉണ്ടാവാൻ പറയുമ്പോൾ ആ ഘട്ടമുണ്ടായി വരിക തന്നെ ചെയ്യും. എന്താ തെളിവ്? ഇപ്പം നമ്മളുണ്ട് എന്നുള്ളത് തന്നെ. ഇപ്പം ഈ പ്രപഞ്ചവും നമ്മളും ഒക്കെ, നമുക്കുള്ള ഭക്ഷണം സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ ഈ അടുത്ത ഘട്ടം വരും എന്നുള്ളതിന് തെളിവാണ്. കാരണം അതൊന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ടാക്കിയതല്ല. നമുക്കിതിലൊന്നും ഒരു പങ്കുമില്ല, നമ്മിലുമില്ല ഒരു പങ്ക്, ഒന്നുമില്ല. ഖൗലുഹുൽ ഹഖു, അള്ളാഹു എന്തൊരു വാക്യം ഈ പറയുന്നുണ്ടോ അത് മുഴുവൻ യാഥാർത്ഥ്യമായി സംഭവിച്ചേ പറ്റുമോ? കാരണം ഇത് പറയുന്നത് സ്രഷ്ടാവാണ്. സ്രഷ്ടാവിൻ്റെ വാക്കുകൾ, ഏത് വാക്കുകളും അത് സംഭവിച്ചേ പറ്റൂ. അതാണ് കുല്ലു നബഇം മുസ്തഖർ. ഏതൊരു സംഗതിയും റസൂൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചേ പറ്റുള്ളൂ. അതിനൊരു അവധി ഉണ്ടാവും. ആ അവധി മാത്രമേ അതിൻ്റെ വ്യത്യാസം ബാക്കിയുള്ളൂ. വലഹുൽ മുൽക്കു യൗമ യുൻഫഖു ഫിസ്സൂർ. ഈ സൂർ എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചായി പറയുന്നത്. നമ്മൾ നശിക്കാൻ വേണ്ടി ഒരു ഊത്തുണ്ട്, ഇടിക്കാൻ വേണ്ടി മറ്റൊരു ഊത്തുണ്ട്. ആ ഊത്ത്, ആ സൂറിൻ്റെ ആ ഘട്ടം, സൂർ എന്ന് പറയുമ്പോൾ കാഹളം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഈ ഊത്ത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഉണ്ട്. യൗമ യൻഫഖു ഫിസ്സൂരി, ആ ഘട്ടത്തിൽ മുൽക്ക്, ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ്. ഇപ്പം നമുക്ക് പല അധികാരങ്ങളുണ്ട്, നമ്മുടെ മേലധികാരങ്ങളുണ്ട്, നമുക്ക് സ്ഥലമുണ്ട്, നമുക്ക് കെട്ടിടമുണ്ട്, നമുക്ക് അതുണ്ട് ഇതുണ്ട്. നമുക്ക് അധികാരവും ആധിപത്യവും ഒരു പരിധി വരെ എല്ലാ സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് മുഴുവൻ അങ്ങ് അസ്തമിക്കും. ഒന്നിൻ്റെ മുകളിലും ഒന്നിനും അധികാരമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതാണ് നമ്മൾ ഈ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അധികാരം എന്ന് പറയുന്ന ഒന്നുമില്ല. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി എന്ന് പറയുന്ന അർളി എന്ന് പറയുന്ന അവസ്ഥയിലേക്കെത്തും. അതായത് സൂര്യചന്ദ്രന്മാരൊക്കെ ഇപ്പോൾ എങ്ങനെയാണോ അള്ളാഹുവിന് കീഴ്പ്പെട്ട് നിൽക്കുന്നത് അതേ അവസ്ഥയിലേക്ക് നമ്മളും എത്തും. ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ സ്വാതന്ത്ര്യത്തിലും കുറേ അധികാരത്തിലും കുറേ കാര്യങ്ങളിലാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മളെ എടുത്ത് നോക്കിയാലും ഒരു 99% കാര്യങ്ങളും അതിൻ്റെ അപ്പുറവും അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുള്ളത്. വളരെ പരിമിതമായ ഒരു സംഗതികൾ മാത്രമേ നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങളുള്ളൂ. ആ സ്വാതന്ത്ര്യം എല്ലാമാണെന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം ഗംഭീരാണ് താനും. അപ്പം അങ്ങനത്തെ ഈ എല്ലാ മുൽക്കും ഈ മുലൂക്കിയത്തും നമ്മളുടെ അങ്ങനെ പോകും. ആ ഘട്ടം നിലവിൽ വരുമ്പോൾ അത് വേറൊരു ഘട്ടമാണ്. ആലിമുൽ ഗൈബി വശഹാദ, നമ്മൾ അറിയുന്നതും നമ്മളുടെ മുന്നിലുള്ളതും നമ്മളുടെ മുന്നിലില്ലാത്തതും നമ്മൾ അറിയാത്തതും ഒക്കെ അറിയുന്ന ഒരു അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ഒരു ഘട്ടം. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ്റെ ജ്ഞാനം, അതിസൂക്ഷ്മമായ ജ്ഞാനം, അതിസൂക്ഷ്മമായി എങ്ങനെ പ്രയോഗിക്കുക എന്ന് കൃത്യമായും അറിയുന്നവനും പ്രയോഗിക്കുന്നവനുമാണ് അള്ളാഹു. ആ അറിവിൻ്റെ പ്രയോഗമാണ് നമ്മളിപ്പോൾ ഈ പ്രപഞ്ചം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ലോകം, ആ അറിവിൻ്റെ മറ്റൊരു ലോകം, അള്ളാഹുവിൻ്റെ ആ ജ്ഞാനത്തിൻ്റെയും ആ ഹക്കീമിത്യത്തിൻ്റെയും മറ്റൊരു ലോകം വരാനിരിക്കുന്നു. എന്നാൽ നമുക്ക് നിർത്താം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.